السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الله رب محمد صلى عليه وسلم. اللهم صل وسلم وبارك على سيدنا محمد وعلى سائر أصحابه البدريين وسائر الصحابة وسائر ساداتنا الحسنية والحسينية وسائر أهل البيت وجميع المؤمنين والمؤمنات. بسم الله الرحمن الرحيم. كلا وعد الله الحسنى صدق الله العظيم. قال رسول الله صلى الله عليه وسلم: إذا ذكر أصحابي فأمسكوا. صدق رسول الله صلى الله عليه وسلم. പരിശുദ്ധ റബീഉൻ നൂർ, റബീഉൽ അവ്വൽ ശരീഫ് 11. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, ഇന്നത്തെ ദിറാസ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ സ്വഹാബത്തുൽ കിറാമും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ അഹ്ലു ബൈത്തും ഈ ഉമ്മത്തിൽ വലിയ മഹത്വമുള്ളവരാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ സഹവാസം കൊണ്ട് അനുഗ്രഹീതരായ മഹത്തുക്കൾ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും അതുപോലെ അഹ്ലു ബൈത്തും റളിയല്ലാഹു അൻഹും ഈ ഉമ്മത്തിലെ വലിയ മഹത്വമുള്ള വ്യക്തിത്വങ്ങളാണ്. മലായിക്കത്തുൽ കിറാം അതുപോലെ അംബിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാം മാത്രമേ മഅസൂമീങ്ങൾ. ആ മഅസൂമീങ്ങളെ ശേഷം വലിയ മഹത്വമുള്ള വ്യക്തിത്വങ്ങളാണ് മഹ്ഫൂദീങ്ങളായ സ്വഹാബത്ത്, അഹ്ലു ബൈത്ത്, ഖുതുബുകൾ, അബ്ദാലുകൾ, നുഖബാഉകൾ, സ്വാലിഹീങ്ങൾ, സുദീഖീങ്ങൾ, ശുഹദാക്കൾ തുടങ്ങിയ മഹത്തുക്കൾ റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ. മഹ്ഫൂദീങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹത്വമുള്ളവരാണ് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും, സ്വഹാബി എന്ന് പറഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട മുഖം സന്ദർശിച്ച വ്യക്തിത്വങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഅ്മിനായി സന്ദർശിച്ച് ലോകത്തോട് മുഅ്മിനായി തന്നെ വിട പറഞ്ഞവരാണ് സ്വഹാബത്തുൽ കിറാം. അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും പ്രായപൂർത്തി എത്തിയവരും അല്ലാത്തവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളിൽ വലിയ ഇസ്സത്തും റിഫഅത്തുമുള്ള വ്യക്തിത്വങ്ങളാണ് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ. സ്വഹാബ കിറാമിൽ ഏറ്റവും വലിയ മഹത്വങ്ങളാണ് മഹാന്മാരായ ഇമാമൈനി കരീമൈനി, സിദ്ദീഖുൽ അക്ബർ, ഫാറൂഖുൽ ആലം, ഖുർറത്തുൽ ഐനുകളായ ആ രണ്ട് വ്യക്തിത്വങ്ങൾ റളിയല്ലാഹു അൻഹും. പിന്നെ സഈദൈനി ഷഹീദൈനി ആയ ബഹുമാനപ്പെട്ട ദുന്നൂറൈൻ, അതുപോലെ അസദുല്ലാഹിൽ ഗാലിബ് തുടങ്ങിയ മഹത്വങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുമുള്ള ആ മഹത്തുക്കൾ വലിയ സ്ഥാനമുള്ളവരാണ്. അതിൻ്റെ ശേഷം വലിയ മഹത്വമുള്ളവരാണ് അഹ്ലു ബൈത്ത് റളിയല്ലാഹു തആല അൻഹും. മഹാന്മാരായ അഹ്ലു ബൈത്ത് ബഹുമാനപ്പെട്ട
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അസ്വാജു ത്വാഹിറാത്ത് റളിയല്ലാഹു അൻഹും അടക്കമുള്ള മഹത്തുക്കൾ, ഇവരൊക്കെ സ്വഹാബ കിറാമിൽ പെട്ടവരുമാണ്. അതോടുകൂടെ അഹ്ലു ബൈത്തും കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പുണ്യ അനുഗ്രഹം കൊണ്ട്, പുണ്യ സ്വഹവാസം കൊണ്ട് അനുഗ്രഹീതരായ വലിയ വ്യക്തിത്വങ്ങളാണ് ഈ മഹത്തുക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഭാഗ്യം നൽകിയ വ്യക്തിത്വങ്ങളാണ്. തൂബാ ലിമൻ റആനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഷറഫാക്കപ്പെട്ട മുഖം കാണാൻ ഭാഗ്യം സിദ്ധിച്ച, ഈമാനോടുകൂടെ ഈമാനോടുകൂടെ ലോകത്തോട് വിട പറഞ്ഞ ആ മഹത്വങ്ങൾ ഉള്ള വ്യക്തിത്വങ്ങളാണ് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും. സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച് പെരുമാറുന്ന വിഷയത്തിൽ വളരെ വളരെ സൂക്ഷ്മതയും ബഹുമതിയും നമുക്കുണ്ടാകണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ എത്രയെത്ര മഹത്വങ്ങളാണ് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത്, അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്. സ്വഹാബ കിറാമിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സ്വഹാബ കിറാം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് അമ്പിയാക്കളോ മലക്കുകളോ അല്ല. അമ്പിയാക്കളോ മലക്കുകളാണെങ്കിൽ മാസൂമീങ്ങളാണ്, ദോഷങ്ങളെ തൊട്ട് ശുദ്ധന്മാരാണ്. എന്നാൽ സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും മാസൂമീങ്ങളായ അമ്പിയാക്കളോ മലക്കുകളോ അല്ല. അതേ സ്ഥാനത്ത് വലിയ മഹത്വമുള്ള മഹ്ഫൂദീങ്ങളായ വലിയ സ്ഥാനത്തുള്ള ഉമ്മത്ത് മുഹമ്മദിയയിൽ ഖൈറുൽ ഉമം, എല്ലാ ഉമ്മത്തുകളെക്കാളും ഖൈറുൽ ഉമം, ഈ ഖൈറുൽ ഉമമിൽ ഏറ്റവും മഹത്വമുള്ളവരാണ് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു. സ്വഹാബത്തുൽ കിറാം രണ്ട് വിധത്തിലാണുള്ളത്. സൂറത്തുൽ ഹദീദിൽ വിശദീകരിക്കപ്പെട്ടു. മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതല, അതുപോലെ അല്ലദീന അൻഫഖൂ മിൻ ബഅദു വഖാതലു. മക്കം ഫത്ഹിന്റെ മുമ്പ് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവാക്കി സമരം ചെയ്ത വ്യക്തിത്വങ്ങൾ, അവർ വലിയ മഹത്വമുള്ളവർ. മക്കം ഫത്ഹിന്റെ ശേഷം ദീനിന് വേണ്ടി ചെലവാക്കി അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്തവർ, അവർ രണ്ടാം സ്ഥാനത്തിലുള്ള. പക്ഷേ ഈ രണ്ട് വിധം സ്വഹാബ കിറാമിനെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഒന്നാമത്തെ വിഭാഗം വലിയ മഹത്വം, രണ്ടാമത്തെ വിഭാഗം അതിന്റെ ശേഷം ഏറ്റവും അഫ്ളൽ ഒന്നാം വിഭാഗം മക്കം ഫത്തിന്റെ അന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കി സമരം ചെയ്തവർ, അതിന്റെ ശേഷം ചെലവാക്കി സമരം ചെയ്തവർ രണ്ടാം സ്ഥാനം. എന്നാൽ ഈ രണ്ട് മഹത്വങ്ങളും അഫ്ളലായ സ്വഹാബത്താവട്ടെ, അവരിലേക്ക് ചേർത്തിക്കൊണ്ട് മഫ്ളൂലായ സ്വഹാബത്തുൽ കിറാം ആവട്ടെ, സാബിഖീങ്ങൾ അവരീങ്ങളാകട്ടെ, പിന്നെ അതിന്റെ ശേഷമുള്ള സ്വഹാബത്തുൽ കിറാം ആവട്ടെ, എല്ലാവരും വലിയ മഹത്വമുള്ളവരാണ്. എല്ലാവരെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദ് 10-ാമത്തെ ആയത്തിൽ പറഞ്ഞത് കുല്ലം വഅദല്ലാഹുൽ ഹുസ്ന. സൂറത്തുൽ ഹദീദ് ഈ രണ്ട് വിഭാഗം വരുന്ന സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത് കുല്ലം വഅദല്ലാഹുൽ ഹുസ്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നന്മ വഅദ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ മർത്തമനുസരിച്ച് പ്രതിഫലമുണ്ട്, എല്ലാവർക്കുമുണ്ട്. ആരും തന്നെ കൂലികളെ തൊട്ട് തടയപ്പെടുന്നില്ല. ഒരു വിഭാഗം മറ്റേ വിഭാഗത്തെക്കാൾ മഹത്വമുള്ളവരാണ്. പക്ഷേ അതോടുകൂടെ കുല്ലം വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ കറാർ ചെയ്തിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദ് 10-ാമത്തെ ആയത്തിൽ രേഖപ്പെടുത്തുകയാണ്. 10-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത വഅദ് ചെയ്ത ആ വ്യക്തിത്വങ്ങളായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയാ 101-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഉലൈക അൻഹാ മുബഅദൂൻ, അവർ നരകത്തെ തൊട്ട് ദൂരത്താക്കപ്പെട്ടവരാണ്. എന്നിട്ട് തുടർന്നുകൊണ്ട് സൂറത്തുൽ അംബിയാ 102-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ലാ യസ്മഊന ഹസീസഹാ, അവര് നരകത്തിന്റെ ആ അദാബിന്റെ, നരകത്തിന്റെ ആ കഠിനമായ ശബ്ദം പോലും അവർ കേൾക്കുകയില്ല. വഹും ഫീമസ്തഹത് അൻഫുസുഹും ഖാലിദൂൻ, അവർ ആഗ്രഹിച്ചതുപോലെ അവരെ മുറാദുകളൊക്കെ ഹാസിലാകുന്ന വിധത്തിൽ
അവർ സാക്ഷാതമായി അവർ താമസിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയാ 102 അല്ലാഹു തആല പറയുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ലാ യഹ്സുനുഹുൽ ഫസഉൽ അക്ബർ, അവർക്ക് ഒരു പേടിയും വലിയ വല്ലാത്ത പേടികളോ മറ്റോ അവർക്ക് ഒരു ഹുസ്നും ടെൻഷനും ഉണ്ടാവുകയില്ല. വതതലഖാഹുൽ മലായിക, അവരെ മലായികത്തുൽ കിറാം അലൈഹിമുസ്സലാം ഇസ്തിഖ്ബാൽ ചെയ്ത് അവരെ ആദരിച്ചുകൊണ്ട് അവരെ അവരെ മർഹബൻ ആക്കിക്കൊണ്ട് അവരെ കണ്ടുമുട്ടുന്നതാണ്. ഹാദാ യൗമുകുമുൽ ലദീ കുൻതും തുഅദൂൻ, ഈ ദിവസമാണല്ലോ നിങ്ങൾക്ക് കരാർ ചെയ്യപ്പെട്ട ദിനമെന്ന് അവരോട് പറയപ്പെടുമെന്ന് സൂറത്തുൽ അംബിയാ 103 പറഞ്ഞത് കാണാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനിക്ക് വലിയ മഹത്വമാണ്. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജാമിഉ തുർമുദി കിതാബുൽ മനാഖിബ് ബാബും ഫീ മൻ സബ്ബ അസ്ഹാബൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി അസ്ഹാബൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ അധ്യായത്തിൽ 3888 ഹദീസ്, അതായത് 3888 ഹദീസ്, 5-ാം വാല്യം 463 ഇമാം തുർമുദി തങ്ങൾ ഉദ്ധരിച്ച ഹദീസ്, ശരി അറിയപ്പെട്ട ഹദീസ്, അല്ലാഹ ഫീ അസ്ഹാബി ലാ തത്തഖിദൂഹും ഗർളൻ മിൻ ബഅദി വമൻ അഹബ്ബഹും ഫബിഹുബി അഹബ്ബഹും വമൻ അബ്ഗളഹും ഫബിബുഗ്ദി അബ്ഗളഹും വമൻ ആദാഹും ഫഖദ് ആദാനി വമൻ ആദാനി ഫഖദ് ആദല്ലാഹ് വമൻ ആദല്ലാഹ ഫയൂശികു അൻ യഅഖുദഹു. സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മത പാലിക്കണേ. സ്വഹാബത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിനെ വല്ലാതെ പേടിക്കണം. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു വലിയ ആദരവും ബഹുമാനമുള്ളവരാണവർ. അവരുടെ വിഷയത്തിൽ വളരെ സൂക്ഷ്മത പാലിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, എന്റെ ശേഷം സ്വഹാബത്തിന്റെ കാര്യത്തിൽ വളരെ സൂക്ഷ്മത പാലിക്കണം. എന്റെ ശേഷം അവരെ സ്നേഹിക്കുന്നവർ എനിക്ക് വേണ്ടിയിട്ടല്ലേ അവരെ സ്നേഹിക്കുന്നത്, എന്റെ മഹബത്തിന് വേണ്ടിയല്ലേ അവരോട് മഹബത്ത് വെക്കുന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു, അവരോട് ദേഷ്യം വെക്കുന്നവർ എന്റെ അദാവത്ത് കാരണം അവരെ ശത്രുക്കളാണ്. അതുകൊണ്ട് അവരാരെങ്കിലും ബുദ്ധിമുട്ടാക്കിയാൽ അവർ എന്നെ ബുദ്ധിമുട്ടാക്കി, അതുകൊണ്ട് എന്നെ ആരെങ്കിലും ബുദ്ധിമുട്ടാക്കിയാൽ അള്ളാഹുവിനെ ബുദ്ധിമുട്ടാക്കിയവനാണ്. അതുകൊണ്ട് അല്ലാഹു തആല അവനെ പിടികൂടും കേട്ടോ, അവനെ എല്ലാ നിലക്കുള്ള അദാബിലും ബലായിലും ഇടപെടുമെന്ന് ഹദീസിന്റെ ഇമാം തുർമുദി തങ്ങൾ ഉദ്ധരിച്ച ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇമാം തുർമുദി തങ്ങൾ ജാമിഉ തുർമുദി 5-ാം വാല്യം 463 പേജിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ മുസ്ലിം അഹ്മദിലും കാണാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ അല്ലാഹു ആദരിച്ചു, ബഹുമാനിച്ചു. എല്ലാവർക്കും അല്ലാഹു തആല വാഗ്ദാനം ചെയ്തു ഹുസ്ന. എന്നാൽ ഇന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ പരിശുദ്ധ ഖുർആന്റെ ഇത്തരത്തിലുള്ള ആയത്തുകളും ഇത്തരത്തിലുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്വഹാബത്തിനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, അവരെ മഹബത്ത് വെക്കുന്നു. റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് സൂറത്തു തൗബ 100-ാമത്തെ ആയത്തിൽ പറഞ്ഞു. സ്വഹാബത്തിന്റെ والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരെ പിൻപറ്റുന്നവർക്ക് അല്ലാഹുവിന്റെ റിള ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആ അടിസ്ഥാനത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എല്ലാ സ്വഹാബത്തിനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിനെ ചില ആളുകൾ അവരെ ഫർക്ക് ചെയ്തുകൊണ്ട് ചില ഖാരിജികളും നാസിബിയാക്കളും ചില ഷിയാക്കളും റളിയല്ലാഹു അൻഹും റളു അൻഹു എന്നതിനെയും അതുപോലെ കുല്ലം വഅദല്ലാഹുൽ ഹുസ്ന എന്നതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇവരെ ചെവിട് ശൈത്വാന്റെ ഭാഗത്തിന് വഹിയുള്ളതുപോലെ, പൈശാചികമായ വഹിയുള്ളതുപോലെ ചില സ്വഹാബത്തിനെ തള്ളിപ്പറയുന്ന സ്വഭാവം ഖാരിജികൾക്കും നാസിബിയാക്കൾക്കും ഷിയാക്കൾക്കുമുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിന്റെ മഹബത്തിനെ വാദിച്ചുകൊണ്ട് മഹാന്മാരായ അലി റളിയല്ലാഹുവിനെ പോലത്തെ ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിനെ പോലത്തെ അഹ്ലു ബൈത്തിനെ തള്ളിപ്പറയുന്നവരുണ്ട്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാന്റെ മഹബത്തിനെ വാദിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമൈനി കരീമൈനി സിദ്ദീഖ് ഫാറൂഖ് റളിയല്ലാഹു അൻഹുമാനെ അതുപോലെ മറ്റു സ്വഹാബത്തിനെ പ്രത്യേകിച്ച് മുആവിയ റളിയല്ലാഹു അൻഹു തള്ളിപ്പറയുന്നവരുണ്ട്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എല്ലാ സ്വഹാബത്തിനെ ആദരിക്കണം, ബഹുമാനിക്കണം, അവരെ സ്നേഹം വെക്കണം. ഇന്ന് പലരും
സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ ചില സ്വഹാബത്തിനെ പ്രത്യേകിച്ചും ആക്ഷേപിക്കുന്നവരുണ്ട്. ചിലർ ഉസ്മാൻ റളിയല്ലാഹുവിനെ ആക്ഷേപിക്കുന്നു, ചിലർ അലി റളിയല്ലാഹുവിനെ ആക്ഷേപിക്കുന്നു, ചിലർ ആയിഷ ബീവി റളിയല്ലാഹുവിനെ ആക്ഷേപിക്കുന്നു, ചിലർ ത്വൽഹ റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു മുആവിയ റളിയല്ലാഹു അൻഹു അൻഹും പോലത്തെ വ്യക്തിത്വങ്ങൾ ആക്ഷേപിക്കുകയാണ്. ആരാണ് ആ മഹത്തുക്കൾ? സുബ്ഹാന ജല്ല ജലാലുഹു, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ഓ ത്വൽഹ, ഇതാ ജിബ്രീൽ നിങ്ങൾക്ക് സലാം പറയുന്നു. ഖിയാമത്ത് നാളിൽ എല്ലാ ഹൗലുകളെ സമയത്ത് നിങ്ങളെ കൂടെ ഉണ്ടാകും ഞാൻ എന്ന് പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൻസുൽ ഉമ്മാൽ 13-ാം വാല്യത്തിലെ 246 247 പേജിൽ കാണാം. അതുപോലെ ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം, ഇത് ജിബ്രീൽ ഇസ്ലാം നിങ്ങൾക്ക് സലാം പറയാണ്. ഖിയാമത്ത് നാളിൽ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്, നിങ്ങളെ മുഖത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് ഇങ്ങനെ പാടി നരകം കത്തുന്ന സമയത്തുള്ള ആ ആടിക്കല്, അതിന്റെ ഒരു അസറുണ്ടായാൽ തന്നെ അതിനെ ഞാൻ ദൂരെയാക്കുമെന്ന് ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കൻസുൽ ഉമ്മാൽ 11-ാം വാല്യം 683 കാണാം. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ജമ്മുൽ ജവാമിൽ സനദുഹു സ്വഹീഹുൻ എന്ന് പറഞ്ഞത് കൻസുൽ ഉമ്മാൽ 13-247 കാണാം. എന്നാ മുആവിയ റളിയല്ലാഹു അൻഹു അവ്വലു മുലൂക്കിൽ ഇസ്ലാം, അവ്വലു മുലൂക്കി സൽത്തനത്തിൽ മുഹമ്മദിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധികാരത്തിന്റെ സൽത്തനത്തിന്റെ രാജാക്കന്മാരിൽ ഒന്നാമത്തെ ആളാണ് അമീർ മുആവിയ റളിയല്ലാഹു. ഇസ്ലാമിന്റെ രാജാക്കന്മാരിൽ ഖുലഫായിന്റെ ശേഷം മുലൂക്കിൽ ഒന്നാമത്തെ വ്യക്തിത്വമാണ് മുആവിയ റളിയല്ലാഹു. ആ മുആവിയ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് തൗറാത്തിൽ പോലും ഇശാറത്തുണ്ട്. മൗലിദുഹു ബിമക്കത വമുഹാജിറുഹു ത്വയ്ബത വമുൽകുഹു ബിശ്ശാം. ആഖിറു സമാനിൽ വരുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത് മക്കത്തുൽ മുകറമയിലാണ്, ഹിജ്റ ചെയ്യുന്നത് മദീന മുനവ്വറയിലാണ്. അവർ അധികാരം ഷാമിലായിരിക്കുമെന്ന് തൗറാത്തിൽ പോലുമുണ്ട്. മാത്രമല്ല ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു സംഗതി രാജാക്കന്മാരുടെ ഒന്നാമത്തെ ആളാണ്. സൽത്തനത്ത് അധികാരം മുആവിയന്റെ ആണെങ്കിലും സയ്യിദുനാ മുആവിയ റളിയല്ലാഹു ആണെങ്കിലും യഥാർത്ഥത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയാണ്. അതുകൊണ്ടാണ് ഹബീബിന്റെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് വമുൽകുഹു ബിശ്ശാം എന്ന് ഒരുപാട് ഹദീസുകളിലും മാത്രമല്ല തൗറാത്തിലും ഉണ്ട് എന്ന് പല മഹാന്മാരും രേഖപ്പെടുത്തിയതായി കാണാം. പല മഹാന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ര മഹത്വം മുആവിയ റളിയല്ലാഹുവിനെ കൊണ്ട് സർവ്വ സ്വഹാബത്തിനുമുണ്ട്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇമാം തബ്റാനി റഹ്മത്തുള്ളാഹി അലൈഹി മുഅ്ജമുൽ കബീർ 1427 ഹദീസ് 2-ാം വാല്യം 96 പേജിൽ പറയുന്നു, മുഅ്ജമുൽ കബീർ ഇദാ ദുകിറ അസ്ഹാബി ഫഅംസികു, എൻ്റെ സ്വഹാബത്തിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ മൗനം പാലിക്കണം, മിണ്ടാതിരിക്കണം. സ്വഹാബത്തിനെ കുറിച്ച് ഒന്നും പറയരുത്. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അസ്ഹാബി കന്നുജൂം, എൻ്റെ സ്വഹാബത്ത് കന്നുജൂം നക്ഷത്രങ്ങളെ പോലെയാണ്, അവരാരോട് പിൻപറ്റിയാലും നിങ്ങൾക്ക് സന്മാർഗമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മിഷ്കാത്തുൽ മസാബിഹിലും അതുപോലെ കശ്ഫുൽ ഖഫാ ഹർഫുൽ ഹംസ മഅ സ്വാദ് 1-ാം വാല്യം 118 പേജിൽ 381 ഹദീസിൽ കാണാം. അതുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിന്റെ മഹത്തുക്കൾ സ്വഹാബത്തിനോട് പരിശുദ്ധ ഖുർആൻ ഹദീസിന്റെ വെളിച്ചത്തിലാണ് അവരെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും ചെയ്യുന്നത്. അഹ്ലുസുന്നയുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും സ്വഹാബത്തിനോട് നമ്മുടെ വിശ്വാസം എങ്ങനെ വേണം എന്ന് സർവ്വ മഹാന്മാരും രേഖപ്പെടുത്തി. ഷർഹുൽ അഖായിദിലും ഷർഹുൽ മഖാസിദിലും അതുപോലെയുള്ള എല്ലാ മഹാന്മാരും വിശദമായി പറഞ്ഞു കാണാം. ബഹുമാനപ്പെട്ട ഇമാമു അഹ്ലുസുന്ന അഹ്മദ് റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി 1292 ഹിജ്റയിൽ എഴുതിയ ഇഅ്തിഖാദുൽ അഹ്ബാഫിൽ ജമീലിൽ മുസ്തഫ വൽ ആലി വൽ അസ്ഹാബ്, അഹ്ലുസുന്നയുടെ വിശ്വാസം 10 പ്രധാനപ്പെട്ട വിശ്വാസം. ഒന്നാമത്തത് അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ദാത്തി സിഫാത്തുമായി ബന്ധപ്പെട്ട വിശ്വാസം എങ്ങനെ വേണമെന്നും, രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസം എങ്ങനെ വേണമെന്നും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സർവ്വ അമ്പിയാക്കളെക്കാൾ മഹത്വമുള്ളവർ എന്നൊക്കെ വിശദമായി ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി 2-ാമത്തെ അഖീദയിൽ പറഞ്ഞു.
അങ്ങനെ മൂന്നാമത്തെ അഖീദയിൽ അംബിയാ മുർസലീങ്ങൾ അലൈഹിമുസ്സലാത്തു വസ്സലാമിനോട് ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ. നാലാമത്തെ അഖീദ മലക്കുകളുമായി ബന്ധപ്പെട്ട വിശ്വാസം. അഞ്ചാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തുമായി ബന്ധപ്പെട്ട അഹ്ലു ബൈത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മാത്രമല്ല ആറാമത്തത് അശറത്തുൽ മുബശ്ശറ ഖുലഫാഉൽ അർബഅമായി ബന്ധപ്പെട്ട പ്രത്യേകമായ ചില വിശ്വാസങ്ങളും മറ്റുമാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി പറയുന്നത്. ഏഴാമത്തെ അഖീദയിൽ സ്വഹാബത്തിന്റെ ഇടയിൽ ഉണ്ടായ ഇജ്തിഹാദിലെ ഖത്അകൾ, ചില ഗവേഷണത്തിൽ വന്നുപോയ ചില വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്താണ് ചെയ്യേണ്ടത്, അഹ്ലുസുന്ന എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് വിശദമായി ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി ഏഴാമത്തെ അഖീദയിൽ രേഖപ്പെടുത്തി. എട്ടാമത്തെ അഖീദ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ ഇമാമത്ത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശേഷം ഇമാമത്തിനും ഖിലാഫത്തിനും ബന്ധപ്പെട്ടത് എന്നും, അതേപോലെ ഒമ്പതാമത്തെ അഖീദ ലറൂറിയാത്തുദ്ദീൻ, ദീനിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്, ലറൂറിയാത്തുദ്ദീൻ വിശ്വാസം എന്താണ്, അഹ്ലുസുന്നയുടെ മുസ്ലിമീങ്ങളുടെ വിശ്വാസം എന്ത്, ഒന്ന് നിഷേധിച്ചാൽ ലറൂറിയാത്തുദ്ദീനിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അത് പറയുമ്പോൾ മൊത്തത്തിൽ ലറൂറിയാത്തുദ്ദീന കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഒന്ന് നിഷേധിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സംഗതികളും അതിന്റെ തരീഫ്, അതിന്റെ എന്താണ് അതിന്റെ അതിന്റെ നിർവചനമെന്നും വിശദമായി പറഞ്ഞു. എന്നിട്ട് ലറൂറിയാത്ത് മദ്ഹബി അഹ്ലി സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ ലറൂറിയാത്ത്, അതിൽ ഒന്ന് നിഷേധിച്ചാൽ സുന്നത്ത് ജമാഅത്തിന് പുറത്തു പോകും, അതുമായി അതിന്റെ നിർവചനമൊക്കെ വിശദമായി പറഞ്ഞു. സാബിതാത്തു മുഹക്കമ, അത് നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ വലിയ ഖാത്തിയും ആസിമും കുറ്റക്കാരനാണ്. അതേ സ്ഥാനത്ത് വാല്ലോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയോ സുന്നത്ത് ജമാഅത്ത് പുറത്തു പോവുകയോ ചെയ്യുകയില്ല എന്ന വിഷയങ്ങളും രേഖപ്പെടുത്തി. നാലാമത്തത് ലന്നിയാത്തു മുഹ്തമല, അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ സുബ്ഹാന ജല്ല ജലാലുഹു അതേ സുന്നത്ത് ഇസ്ലാമിന് പുറത്തു പോവുകയോ അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന് പുറത്തു പോവുകയോ ഇല്ല. അതേ സ്ഥാനത്ത് എന്താണ് അതിന്റെ നിയമങ്ങളെന്ന് വിശദമായി കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുന്നു. അതേപോലെ പത്താമത്തെ അഖീദ ശരീഅത്തും ത്വരീഖത്തും. ഇന്ന് ശരീഅത്തിന്റെ പേരിൽ അതുപോലെ ത്വരീഖത്തിന്റെ പേരിൽ ഏതെല്ലാം പിഴച്ച വിഭാഗങ്ങൾ, ഏതെല്ലാം ബാത്തിലായ വിഭാഗങ്ങൾ ഇവിടെ പുറത്തു ചാടിയിട്ടുണ്ട്. അതിനൊക്കെ ശക്തമായി എന്താണ് ശരീഅത്ത്, എന്താണ് ത്വരീഖത്ത് എന്ന് പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ അയിമത്തു അഹ്ലിൽ ഹഖ് പഠിപ്പിച്ചത് എന്ത്, അംബിയാക്കൾ സുദീഖീൻ ശുഹദാ സ്വാലിഹീങ്ങളുടെ ത്വരീഖ് എന്ത്, ആ ത്വരീഖ് തന്നെയാണ് സ്വഹാബത്ത് മാ അന അലൈഹി വ അസ്ഹാബി എന്ന് പഠിപ്പിക്കപ്പെട്ട സ്വഹാബത്തിന്റെയും താബിഈങ്ങളെയും താബിഈ താബിഈങ്ങളുടെയും അയിമത്തുൽ മുജ്തഹിദിന്റെയും മശായിഖു സലാസിലിന്റെയും അങ്ങനെ തുടങ്ങിയ സർവ്വമഹത്തുക്കളും പഠിപ്പിച്ചത് അത് തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി ഒരു ചെറിയ ഒരു റിസാലയിൽ ഇഅ്തിഖാദുൽ അഹ്ബാബിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും വലിയ മഹത്വമുള്ളവരാണ്. അതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്ത് സുബ്നുൽ ഹുദാ വറശാദ് ഫീ സീറത്തി ഖൈറി ഇബാദിൽ പേജ് കണക്ക് അഹ്ലു ബൈത്തിന്റെ മഹത്വങ്ങളും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്ത് ഒരുപാട് മഹത്വങ്ങൾ ഉള്ളവരാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു ഉദ്ദാ. അതിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, അഹ്ലു ബൈത്തിനുള്ള സ്നേഹം ഈമാനുള്ളവർക്കും സ്വാലിഹീങ്ങൾക്കും അല്ലാഹു ഇട്ടുകൊടുക്കുന്നു. മുഅ്മിനീങ്ങൾക്കും കാമില മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലു ബൈത്തിന്റെ മഹബ്ബത്ത് ഇട്ടുകൊടുക്കുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഖുലഫാഉർ റാഷിദീങ്ങൾ അഹ്ലു ബൈത്തുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്, വസിയത്ത് ചെയ്തിട്ടുണ്ട്, അത് സർവ്വ മഹത്തുക്കളും രേഖപ്പെടുത്തിയതായി കാണാം. മഹാന്മാരായ സീറത്തു ഷാമിയയിൽ മുഹമ്മദ് ബിൻ യൂസുഫ് സ്വാലിഹി ഷാമി, അതായത് സുബുലുൽ ഹുദാ വറശാദ് ഫീ സീറത്തി ഖൈറി ഇബാദിൽ പ്രത്യേകമായി പറഞ്ഞത് കാണാം. അഹ്ലു ബൈത്തിന്റെ മഹത്വം പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഖുല്ലാ അസ്അലുകും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ദീന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പരിശുദ്ധമായിരിക്കുന്ന ദീന് പഠിപ്പിച്ച് നിങ്ങളോട് ഞാൻ ശമ്പളം ചോദിക്കുകയോ ഒന്നും ചോദിക്കുന്നില്ല. പക്ഷേ എന്റെ അഹ്ലു ബൈത്തിനെ നിങ്ങൾ സ്നേഹിക്കണം.
അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ ശാഫഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ അഹ്ല ബൈത്തി റസൂലില്ലാഹി ഹബ്ബുകും ഫർളും മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു. അഹ്ലു ബൈത്തെ നിങ്ങളെ സ്നേഹിക്കൽ പരിശുദ്ധ ഖുർആനിൽ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് പ്രത്യേകം പറഞ്ഞു. മാത്രമല്ല വലസൗഫ യൂതീക റബ്ബുക ഫതറല്ലാ, അതിന്റെയൊക്കെ വിശദീകരണത്തിൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാന്മാരൊക്കെ പ്രത്യേകിച്ചും അഹ്ലു ബൈത്തിന്റെ മഹത്വം പറഞ്ഞത് കാണാം. മാത്രമല്ല അഹ്ലു ബൈത്തിനോട് ദേഷ്യം വെക്കുന്നതും അഹ്ലു ബൈത്തിനെ ബുദ്ധിമുട്ടാക്കുന്നതും അത് എത്രമാത്രം നാശങ്ങളാണ്. ഇമാം അഹ്മദ് തങ്ങൾ അവിടുത്തെ മനാഖിബിൽ അബൂ സഈദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അഹ്ലു ബൈത്തിനെ ആരെങ്കിലും ബുഗ്ദ് വെച്ചാൽ മൻ അബ്ഗള അഹ്ലൽ ബൈത്ത് ഫഹുവ മുനാഫിഖുൻ, അവൻ കപട വിശ്വാസിയാണ് എന്ന് ഒരുപാട് ഹദീസുകൾ കാണാം. എന്റെ അഹ്ലു ബൈത്തിനോട് പരാജയപ്പെട്ടവരല്ലാതെ ബുഗ്ദ് വെക്കുകയില്ല എന്നും മറ്റൊരു ഹദീസും. അങ്ങനെ ഒരുപാട് ഹദീസുകൾ. അഹ്ലു ബൈത്തിനെ ദേഷ്യം വെക്കുന്നവർ, അസൂയ വെക്കുന്നവരോട് ഹൗദുൽ കൗസറിൽ നിന്ന് ആട്ടി ഓടിപ്പിക്കപ്പെടുമെന്നും ഒരുപാട് ഹദീസുകൾ ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് ബിൻ മുഹമ്മദ് ബിൻ യൂസുഫ് സ്വാലിഹി ഷാമി റഹ്മത്തുള്ളാഹി അലൈഹി സുബുലുൽ ഹുദയുടെ 11ാമത്തെ വാല്യത്തിലെ 42ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പൊ അഹ്ലു ബൈത്തിന്റെ ബഹുമാനം, അഹ്ലു ബൈത്തിന്റെ സ്നേഹം, അഹ്ലു ബൈത്തുമായി ബന്ധപ്പെട്ട ആരെങ്കിലും എന്ത് ഗുണം ചെയ്താലും ആഖിറത്തിൽ അതിന്റെ വലിയ മഹത്വം ലഭിക്കപ്പെടുമെന്നും ധാരാളം ഹദീസുകൾ കാണാം. അഹ്ലു ബൈത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചതും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്ലു ബൈത്തിന് ആദ്യം ശഫാഅത്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ചെല്ലാം ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ യൂസുഫ് സ്വാലിഹി ഷാമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സുബുലുൽ ഹുദാ വറഷാദ് ഫി സീറത്തി ഖൈറി ഇബാദിൽ 11ാം വാല്യം 45ാമത്തെ പേജിൽ ഒരുപാട് ഹദീസുകൾ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് സ്വലാത്തിലും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി, ആലിക്ക് പല അർത്ഥവുമുണ്ട്. പ്രത്യേകിച്ചും അഹ്ലു ബൈത്ത്, ആ അഹ്ലു ബൈത്തിനെ പ്രത്യേകമായി സ്വലാത്തിൽ പറയുകയാണ്. അതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കഫാക്കും മിൻ അദീമിൽ ഖദ്രി അന്നകും മല്ലം യുസല്ലി അലൈക്കും ലാ സ്വലാത്ത് ലഹു. അഹ്ലു ബൈത്തിന്റെ മഹത്വം മതിയല്ലോ, അവരെ മേൽ സ്വലാത്ത് ചെല്ലിട്ടില്ലെങ്കിൽ നിസ്കാരം പരിപൂർണമല്ല. കാരണം നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് ചെല്ലിയാൽ അതിന്റെ ശേഷം വഅല ആലിഹി എന്ന് പറഞ്ഞാൽ അബ്ആദ് സുന്നത്തിൽ പെട്ടതാണ്. വഅല ആലിഹി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അബ്ആദ് സുന്നത്ത് നഷ്ടപ്പെടുത്തി നിസ്കാരം പരിപൂർണമാവൂല. ആ വഅല ആലിഹി പറഞ്ഞിട്ടില്ലെങ്കിൽ സഹിബിന്റെ സുജൂദ് സുന്നത്തുണ്ടെന്നാണ് മഹത്തുക്കൾ രേഖപ്പെടുത്തിയത്. മാത്രമല്ല ഖുനൂത്തിൽ പോലും സ്വലാത്ത് ചെല്ലുമ്പോൾ വഅല ആലിഹി പറഞ്ഞിട്ടില്ലെങ്കിൽ അബ്ആദ് സുന്നത്ത് ഒഴിവാക്കിയതിന്റെ പേരിൽ സഹിബിന്റെ സുജൂദ് സുന്നത്ത്. അതുകൊണ്ടാണ് ലാ സ്വലാത്ത ലഹു, അവന്റെ നിസ്കാരം താമല്ല, പരിപൂർണമല്ല. എന്ന് മാത്രമല്ല ചില അഭിപ്രായം അനുസരിച്ച് നിസ്കാരം തന്നെ സ്വഹിയാവൂല എന്നും പറഞ്ഞത് കാണാം. അതൊരു ഖൗലിയായ ഫർളാണെന്ന് പറഞ്ഞ പോലും മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ അഹ്ലു ബൈത്തിന് വലിയ മഹത്വമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലു ബൈത്തുമായി ബന്ധപ്പെട്ട ഒരു കിതാബ് തന്നെ ഇറാഅത്തുൽ അദബ് ലിഫാദിലിൻ നസബ് എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട മഹാന്മാരായ ബദരീങ്ങളോട് ബന്ധപ്പെട്ട ഒരുപാട് തെളിവുകളും ആ അസ്മാഉൽ ബദ്രിന്റെ മഹത്വങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മഹാനായ ബർസഞ്ചി ഇമാം റഹ്മത്തുള്ളാഹി എഴുതിയ ജാലിയത്തുൽ ഖുറബ് ഫി അസ്ഹാബി സയ്യിദിൽ അജമി വൽ അറബ്, അതിന് വിശദമായി ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഹാലിബത്തുൽ തറബ് ബിഹല്ലി ജാലിബത്തിൽ അറബ് എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആ മഹത്തായ അൽ ബദ്രിയത്തുൽ ഹംസിയ, അതായത് ജാലിയത്തുൽ ഖുറബിൽ 19ാമത്തെ ബൈത്ത്, വതറൽ അജായിബ ഇൻ അദംത തിലാവതൻ ഫിഹാ മഅൽ ഇസ്ബാഹി വൽ ഇംസാഇ. മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും പ്രത്യേകിച്ചും അഹ്ലു ബൈത്ത് ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ബദ്ർ ബദരീങ്ങൾ റളിയല്ലാഹു അൻഹുവിന്റെ പുണ്യനാമങ്ങളൊക്കെ ചെല്ലുമ്പോൾ അത് പതിവാക്കിയാൽ ഒരുപാട് ഫുയൂദ്, ഒരുപാട് ബറകാത്ത്, ഒരുപാട് അൻവാർ, ഒരുപാട് ഖൈറാത്ത്, ഒരുപാട് അത്ഭുതങ്ങൾ കാണാൻ കഴിയുമെന്ന്
ബഹുമാനപ്പെട്ട ബർസഞ്ചി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ബദ്രിയത്തുൽ ഹംസിയയുടെ 19ാമത്തെ വരിയിൽ രേഖപ്പെടുത്തുകയാണ്. അത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഷാരിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുകൾ അതിന്റെ ഷറഹ് ബദ്രിയത്തുൽ ഹംസിയ ഷറഹുൽ ഹംസിയയിൽ അസ്ഹാബ് ആരാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ ബദ്രിയത്തുൽ ഹംസിയ അതായത് ഹാലിബത്തു തുറബിന്റെ 30ാമത്തെ പേജിൽ പറയുന്നു, വൽ ആൽ എന്ന് പറഞ്ഞാൽ മുഅ്മിനു ബനി ഹാഷിമിൻ വ ബനി മുത്തലിബ്, ബനു ഹാഷിമിന്റെയും ബനു മുത്തലിബിന്റെ മുഅ്മിനീങ്ങളായ കുടുംബാണ് ആൽ എന്ന് പറഞ്ഞാൽ. ഇനി ആലിന് മറ്റൊരു മാനം കൂടി മഹാന്മാരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാർ പഠിപ്പിച്ചതുപോലെ ഇമാം ഷാരിയാത്ത് റഹിമഹുല്ലാഹ് പറയാണ്, സർവ്വ മുഅ്മിനീങ്ങളും അതുകൊണ്ട് ഉദ്ദേശിക്കാം. വയഷ്മലു സായിറുൽ അംബിയാഇ വറുസുലി വഉമ്മഹും, എല്ലാ അമ്പിയാക്കളും എല്ലാ മുർസലീങ്ങളും അതുപോലെ എല്ലാ സമുദായങ്ങളും മുഅ്മിനീങ്ങളൊക്കെ അതിൽ പെടും എന്നാണ്. അപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വൽ ആലി വൽ അസ്ഹാബി അഅ്ലാമിൽ ഹുദാ സയ്യിദിൽ മശാഹിദി മുൻജിദിൽ ലഹ്ഫാഇ, ബദ്രിയത്തുൽ ഹംസിയ 3ാമത്തെ വരി. അതിൽ പറഞ്ഞത് ആല് ആദ്യം അസ്ഹാബ് ആദ്യം. അപ്പൊ ആല് പറഞ്ഞിട്ട് പിന്നെ അസ്ഹാബ് പറയുമ്പോ ആദ്യം ആല് ഖാസാക്കി പറഞ്ഞിട്ട് പിന്നെ ആല് ആദ്യം വേറെ പറഞ്ഞു പിന്നെ അസ്ഹാബ് എന്ന് പറഞ്ഞു എന്ന് പറയാം. അതേ സ്ഥാനത്ത് ആലിന്റെ വിശാലമായ അർത്ഥം എല്ലാ മുഅ്മിനീങ്ങളും അമ്പിയാക്കളും മുർസലീങ്ങൾ അവരുടെ ഉമ്മത്തിൽ എല്ലാവരും പെടുമെന്ന നിലക്ക് നോക്കുമ്പോഴോ സുബ്ഹാന ജല്ല ജലാലുഹു ആ ആലെന്ന് പറഞ്ഞാൽ വ്യാപകമായ അർത്ഥം ആമാണ്. അതിൽ പെട്ട ഖാസായ ആളുകളാണ് ശേഷമുള്ള അസ്ഹാബ് എന്ന് പറയുന്നത്. അപ്പൊ അസ്ഹാബിനെ ആൽമക്ക് അത്വാക്കുമ്പോ ഖാസിനെ ആമക്ക് അത്വാക്കി എന്നൊക്കെ അറബി ഗ്രാമർ അനുസരിച്ച് നമുക്ക് പറയാം. അസ്ഹാബ് പറഞ്ഞാല് വഹും മനിജ്തമഅ ബിഹി മുഅ്മിനൻ വമാത അൽ ഇസ്ലാം, മുഅ്മിനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുഹബത്ത് മുബാറക്ക് ഉണ്ടായ അവിടുത്തെ അവരത്തോടുകൂടെ ഇജ്തിമാ ഉണ്ടായ അതോടുകൂടെ ഇസ്ലാമിൽ തന്നെ അവർ ലോകത്തോട് വിട പറഞ്ഞ അവരാണ് അസ്ഹാബ് സ്വഹാബത്ത്. അവർ അഅ്ലാമുൽ ഹുദാ, അവർ സന്മാർഗത്തിന്റെ വലിയ കൊടികളാണ്, പർവ്വതങ്ങളാണ് എന്നൊക്കെ അവർ വലിയ ഉന്നത സ്ഥാനത്തുള്ളവരാണ്. സയ്യിദുൽ മശാഹിദ്, മശാഹിദിന്റെ അവർ മഹ്ലറയാണ്, അതായത് മശാഹിദിന്റെ രാജാക്കന്മാരാണ് അവർ, സിംഹങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മജ്ലിസുകൾക്ക് രാജാക്കന്മാരാണ്, അവരെല്ലാ വിഷയത്തിനും നേതൃത്വമുള്ള ആളുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബർസഞ്ചി ഇമാം റഹ്മത്തുള്ളാഹി പറയുന്നത്. ഇമാം ഷാരിയാത്ത് റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയും ചെയ്യാണ്. അപ്പൊ സ്വഹാബത്തിന്റെ ബഹുമാനം ആദരവ് എത്രമാത്രമാണ് എന്ന് നമ്മുടെ ഒരുപാട് മഹാന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും വനഫഅനാ ബിഹിം അവരുടെ പേര് പറയുമ്പോൾ അവരുടെ പേര് പതിവാക്കിയാൽ തന്നെ വലിയ മഹത്വമുണ്ട് എന്ന് വതറൽ അജായിബ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷാരിയാത്ത് റഹിമഹുല്ലാഹ് പറയാണ്, വഫീഹി ഇശാറത്തുൻ ഇലാ അന്നൽ മുസ്തദീമ ലിഖിറാഅത്തി ഹാദിഹിൽ അസ്മാഇൽ മുതബറക യറാ അജായിബ ജമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു പുണ്യ പേരുകൾ പറയുമ്പോൾ കിട്ടുന്ന നേട്ടങ്ങൾ അതിന്റെ ചില ഷർത്തുകളും എല്ലാം വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ ശറഹ് ബദ്രിയത്തുൽ ഹംസ 41-42 പേജിൽ രേഖപ്പെടുത്തുകയാണ്. ഏതായാലും സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്ത് സ്വഹാബത്തിനെ തവസ്സുലാക്കി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഉർദു ഷരീഫയുടെ ശേഷം മഹാന്മാർ പാടുന്ന സാധാരണ ബൈത്ത്, യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദന വഗ്ഫിർ ലനാ മാ മള യാ വാസിഅൽ കറമി ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم رضي الله عنهم തുടങ്ങിയ ബൈത്തുകളും അതുപോലെ മഹാന്മാരായ ബദ്രീങ്ങൾ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട തവസ്സുൽ ബൈത്തുകൾ ഖസീദത്തുൽ ബദ്രിയ, അതുപോലെ അസ്ബാബുൻ നസ്ർ, അതുപോലെ ബദ്രിയത്തുൽ ഹംസിയ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് അബിയാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, അതുപോലെ ബദ്ർ മൗലൂദ്, അതെല്ലാം മഹാന്മാരായ സ്വഹാബ് റളിയല്ലാഹുവിനെ തവസ്സുലാക്കിക്കൊണ്ട് ധാരാളം നമ്മൾ പതിവാക്കണം. ആ സ്വഹാബത്തുള്ള വിശ്വാസം അത് ധാരാളം പഠിച്ച് നമ്മുടെ മനസ്സിൽ മഹാന്മാരുള്ള ആ ബഹുമാനവും ആ മഹബത്തും നമ്മൾ നിലനിർത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ അഹ്ലു ബൈത്തിനെ പ്രത്യേകമായി തവസ്സുലാക്കിയ നീ ഖംസത്തുൻ ഉത്ഫി ബിഹാ ഹറൽ വബാഇൽ ഹാത്തിമ
അൽ മുസ്തഫ വൽ മുർത്തദ വബനാഹുമാ വൽ ഫാത്തിമ റളിയല്ലാഹു അൻഹും യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അവിടുത്തെ സഅദത്തുദ് ദാറൈന്റെ അവസാനത്തിൽ പറഞ്ഞതുപോലെ, അതുപോലെ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അൽ-ത്വായ നബവിയ്യ ഫിൽ ഫതാവ റളിയയിൽ സൂചിപ്പിച്ചതുപോലെ അങ്ങനെയുള്ള അഹ്ലു ബൈത്തിന്റെ തവസ്സുലും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈമാൻ സലാമത്തായി കിട്ടണം. പ്രത്യേകിച്ചും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിനെ തവസ്സുലാക്കിയ ആലുൻ നബിയ്യ ദരീഅത്തി വഹും ഇലൈഹി വസീലത്തി അർജു ബിഹിം ഉഅതാഖദ ബിയദിൽ യമീനി സ്വഹീഫത്തി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തസ്ലീമൻ കതീറൻ കതീറ. ആ മഹാന്മാരൊക്കെ തവസ്സുലാക്കി അഹ്ലു ബൈത്തിന്റെ മഹബത്ത്, ബഹുമാനം എല്ലാം കാത്തു സൂക്ഷിച്ച് നമ്മുടെ മനസ്സിൽ ഈമാനികമായ ശക്തി വളരേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആ മഹാന്മാരുള്ള ബഹുമാനവും മഹബത്തും നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ആഖിബത്ത് നന്നാകും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വജുനൂദിഹി വസായിരി സ്വഹാബ വസായിരി അഹ്ലിൽ ബൈത്ത് വസായിരിൽ മാദിഹീന വൽ മുഹിബ്ബീന വൽ ആശിഖീൻ വഅസ്ലാഫിഹിം വഅഖ്ലാഫിഹിം വജമീഇൽ മുഅ്മിനീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.